മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസവുമായി കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. നവകേരള സദസ്സിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. തോക്കിനെയും ക്രിമിനലുകളെയും ഗുണ്ടകളെയും നേരിട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പേടിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതിന് മറുപടിയായിട്ടാണ് വി.ടി. ബൽറാം രംഗത്തെത്തിയത്. അന്ന് ഊരിപ്പിടിച്ച വാളിന്റെ കഥ പറയുമ്പോൾ ഈ തോക്കിന്റെ കാര്യം മുതലാളി മറന്നുപോയതായിരിക്കും. അല്ലെങ്കിൽ അന്നേ രണ്ടും കൂടി ഒരുമിച്ച് തള്ളാമായിരുന്നു. വി.ടി. ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളവർമ്മ കോളേജിൽ SFI ഉയർത്തിയ പ്രതിഷേധ ബാനറിലെ ഇംഗ്ലീഷ് പ്രയോഗത്തെ പരിഹസിച്ചും കോൺഗ്രസ് മുൻ MLA വി.ടി. ബൽറാം രംഗത്തെത്തിയിരുന്നു. അതേസമയം പിണറായി പറഞ്ഞത് ഇങ്ങനെയാണ്: നവകേരള സദസ്സിന്റെ വിജയം ചിലരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. കല്യാശ്ശേരിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ 1000-ലധികം ആളുകൾ നിൽക്കുന്ന ഒരു കവലയിൽ 2 ചെറുപ്പക്കാർ കരിങ്കൊടിയുമായി ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു. അവിടെയുള്ള ചില ചെറുപ്പക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുമെന്ന് കണ്ട് ചാടി വീണവരെ തള്ളിമാറ്റിയില്ലെങ്കിൽ എന്താകും സംഭവിക്കുക? അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയല്ലേ? അത് മനുഷ്യത്വപരമായി ചെയ്യുന്നതല്ലേ? എന്തിനായിരുന്നു പ്രതിഷേധം? നവകേരള സദസ്സിൽ എന്താണ് പ്രതിഷേധിക്കാനുള്ളത്? പ്രതിഷേധം ആസൂത്രണം ചെയ്ത ആൾ തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. 2200 പോലീസുകാരുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന യാത്രയാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ നവകേരള യാത്ര ഒരു സാധാരണ ബസ്സിലാണ് പോകുന്നത്. സാധാരണ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോലീസ് വണ്ടിയാണ് അതിനു മുന്നിലുള്ളത്. അതിനു മുന്നിൽ വഴി കാണിക്കാനുള്ള പോലീസ് വണ്ടിയുണ്ട്. പിന്നിൽ സാധാരണ നിലയ്ക്ക് എൻ്റെ കൂടെയുള്ള ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ പിന്നിൽ മറ്റൊരു വണ്ടി. ഇതാണ് 2200 പോലീസുകാർ എന്ന് പറയുന്നത്. വാഹനത്തിന് നേരെ അടിക്കുന്ന നില വന്നപ്പോൾ കൊല്ലത്ത് ഒരു വണ്ടി കൂടുതലായി വന്നു. എന്തിനാണ് ഇത്ര വലിയ അപവാദം പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത്? 4 വാഹനങ്ങളിൽ ക്രിമിനലുകൾ എൻ്റെ കൂടെ സ്വയം രക്ഷയ്ക്കുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എനിക്ക് സതീശനോട് പറയാനുള്ളത്, കുറച്ചു കാലമായല്ലോ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ട്. പൊതുപ്രവർത്തനം ആരംഭിച്ച ശേഷം എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ. അത് തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. അതൊന്നും പോലീസ് സംരക്ഷണത്തിൽ പോയതല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് പോയതാണ്. അതിനൊന്നും വലിയ തോതിൽ മറ്റ് സംരക്ഷണത്തിന് വല്ലാത്ത ആവശ്യമില്ലെന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലത്. ഭീരുവായ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. ഞാൻ സതീശന്റെ അത്ര ധീരതയുള്ള ആളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അത് സമൂഹം വിലയിരുത്തട്ടെ. സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭീരുവോ അല്ലാതാവുകയോ ചെയ്യുന്നില്ല. നാണമുണ്ടോ ഭീരുവായ മുഖ്യമന്ത്രിക്കെന്ന് ഇന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സതീശൻ വ്യക്തമാക്കേണ്ടതായിരുന്നു. ക്രിമിനലുകളുടെ കൂടെ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ എന്നതാണ്. ഞാനതിന് മറുപടി പറയുന്നില്ല. സതീശന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. അവരുടെ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടിരുന്ന കാലം. ആ കാലത്തും ഞാനിതിലൊക്കെ നടന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോ സതീശ. എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നും ഞാനതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ കാലത്ത് എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു ക്രിമിനൽ താവളമായിരുന്നു. നിങ്ങൾ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന് മുന്നിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ടെന്ന് സതീശൻ മനസ്സിലാക്കണം.